ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി റേസ് ആവുന്നുണ്ടായില്ല. അതാണ് ശരിക്കും മെയിനായിട്ട് പറഞ്ഞിരുന്ന കംപ്ലയിൻറ്റ്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക, ഹോൺ ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞങ്ങനെ കേസ് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൻ്റെ പ്ലഗ് ഷോർട്ടായതാണ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു കാരണം. പ്ലഗ് മാറ്റിയിട്ട് വണ്ടി ഓടിച്ച് നോക്കി, വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല. പ്ലഗിൻ്റെ ഷോർട്ടേജാണ് കാണിച്ചിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഓയിൽ മൈനൂട്ടായിട്ട് കയറി ഹെഡിനകത്ത് വരുന്ന കത്തി പോകുന്നുണ്ട്. അതുകൊണ്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതും ഇതിൻ്റെ ഈ പ്ലഗ് ഷോർട്ട് ആവാനൊരു കാരണമാണ്. പ്ലഗ് ഒരുപാട് പഴക്കം വന്നിട്ട് പോയേക്കണമല്ല, ഈ കയറി കത്തണത് കൊണ്ട് വന്നതാണ് മിസ്റ്റേക്കാണ്. അപ്പോൾ അത് തൽക്കാലം പ്ലഗ് മാറ്റി നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാശ്വത പരിഹാരമൊന്നുമല്ല, കുറേ കഴിഞ്ഞുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കും. കാരണം എഞ്ചിൻ ഹെഡിലേക്ക് ഓയിൽ കയറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഹോണിൻ്റെ സ്വിച്ച്, ഹോൺ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. സ്വിച്ച് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ അടിഭാഗത്ത് തന്നെ ഇതൊക്കെ ബോൾട്ടൊക്കെ ചാടി പോയേക്കാം. അപ്പോൾ അത് ഗട്ടറി ചാടുമ്പോൾ നല്ല രീതിയിൽ ഷേക്ക് ഉണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വൈസറിൻ്റെ ഈ ഭാഗം കൂടെ പൊട്ടിയിരിക്കണേ. അത് തൽക്കാലം നമ്മളൊന്നും ചെയ്യണില്ല. ഈ ഹെഡ്ലൈറ്റ് കിടക്കുന്നത് റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പൊട്ടിപ്പോവും. മറ്റേതും ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കിട്ടും. അതിപ്പോൾ നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ മൊത്തത്തിൽ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ തൽക്കാലം അതിൻ്റെ കേസ് കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്ത് വിടുന്നുണ്ട്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. പറഞ്ഞിരിക്കുന്നത് ഈ വർക്ക് മാത്രമാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ.